ഹലോ കുട്ടികളെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ദ സീഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയാണ് ബൈ പോൾ ലോറൻസ് ഡൺബാർ. അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങിയാലോ? ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. Problems should be seen as opportunities. We should be solution providers who transform the world. പ്രശ്നങ്ങളെ നമ്മൾ അവസരങ്ങളായിട്ടാണ് കാണേണ്ടത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനാകണം നാം ലോകത്തെ മാറ്റിമറിക്കുന്നവരാകണം. Can we continue to stay motivated even when the path to success is long, difficult and challenging? പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിജയത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നീണ്ടതും കഠിനവുമായതാണ്, നിറയെ വെല്ലുവിളി നിറഞ്ഞതുമായിരിക്കും. ക്യാൻ വി കണ്ടിന്യൂ ടു സ്റ്റേ മോട്ടിവേറ്റഡ്? വിജയത്തിലേക്കുള്ള വഴി ദൈർഘ്യമേറിയതും ബുദ്ധിമുട്ടുള്ളതുമായാലും നമുക്ക് പ്രചോദനത്തോടെ മുന്നോട്ട് പോകാനാകും. മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രചോദനം, ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ കഠിനം, ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ വെല്ലുവിളി. ദ സീഡ്ലിംഗ് ഷോസ് ഹൗ നേച്ചർ ക്യാൻ ഇൻസ്പയർസ് അസ്. ദ സീഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രകൃതി എങ്ങനെയാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. ഹൗ നേച്ചർ ക്യാൻ ഇൻസ്പയർസ് അസ് ടു പെർസീവർ ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. പ്രകൃതി എങ്ങനെയാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളും നേരിടുമ്പോഴും ധൈര്യത്തോടെ തുടർന്നു പോവാൻ. അപ്പം നമുക്ക് കവിത വായിച്ചു തുടങ്ങിയാലോ? ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ്. ഒരു ശാന്തമായ ചെറിയ തൈയായിരുന്നു. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈ ആവാൻ വേണ്ടി കുറച്ച് ഇലകളും ചെറുതായിട്ട് നമ്മൾ വിത്ത് മുട്ടുക എന്നൊക്കെ പറയില്ലേ, അതാണ് സീഡ്ലിംഗ്. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. ഒരു ശാന്തമായ ചെറിയ തൈയായിരുന്നു. ഇരുണ്ട മണ്ണിനുള്ളിൽ അത് കിടന്നിരുന്നു. ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുണ്ട മണ്ണിലായിരുന്നു ആ വിത്ത് കിടന്നിരുന്നത്. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ്. അത് സ്വയം സംസാരിക്കാൻ തുടങ്ങി. ആ വിത്ത് സ്വയം സംസാരിക്കാനായിട്ട് തുടങ്ങാണ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്. ഇങ്ങനെയാണ് അത് പറഞ്ഞത്. ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ്. ഞാൻ അത്ര ശക്തനായതല്ല, ഞാൻ അത്ര റോബസ്റ്റ് അല്ല. റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴമല്ല, റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ ശക്തൻ, സ്ട്രോങ് എന്നൊക്കെയാണ് മീനിങ്. ബട്ട് ഐ വിൽ ഡൂ ദ ബെസ്റ്റ് ഐ ക്യാൻ. എന്നാൽ ഞാൻ അത്ര ശക്തനായിട്ടുള്ള ആളൊന്നുമല്ല, എനിക്ക് അത്ര ശക്തിയും ബലമൊന്നുമില്ല. പക്ഷേ എന്നാൽ കഴിയുന്നത് ഏറ്റവും നല്ലത് ഞാൻ എന്തായാലും ചെയ്യുന്നു പറയാണ്. ആര്? നമ്മുടെ സീഡ്ലിംഗ്. ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൂമെൻറ്റ് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ. ആ നിമിഷം മുതൽ ആ ചെറു തൈയിൻ്റെ ജീവിതയാത്ര ആരംഭിക്കുകയാണ്. വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ ചെയ്യാന്ന് പറഞ്ഞാൽ തുടങ്ങാം. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്. അപ്പോൾ ചെറിയൊരു ചെറിയൊരു വിത്തിൽ നിന്ന് അത് കിളിർത്ത് വന്ന് അത് പറയാണ്, ഞാനിപ്പോൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളൊന്നല്ല, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഏറ്റവും നല്ലത് തന്നെ ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ ജീവിതം തുടങ്ങുന്നത്. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് എന്ന് പറയാൻ ചെറിയ ഇലകൾ. അത് ഒരു ചെറിയ ഇല മുകളിലേക്ക് വളർത്തി. നമ്മുടെ ഇല ഈ ചെറിയ വിത്തിൽ നിന്ന് ചെറിയ ഇലകളൊക്കെ വരാൻ തുടങ്ങിയെന്ന് മീനിങ്. അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ്. അപ്പം നമ്മുടെ ഈ കുഞ്ഞ് വിത്ത് ഇപ്പോൾ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇലകൾ വെളിച്ചത്തിലേക്ക് എത്തി ചുറ്റുപാടുകൾ മനസ്സിലാക്കുകയും മറ്റുള്ള ഇലകൾക്ക് വഴി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ പകലിൻ്റെ വെളിച്ചത്തിലേക്ക് ഉയർത്തി. ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകൾ. എക്സാമിൻ എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. ഈ വരികൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെയും മുന്നേറ്റ മനോഭാവത്തോടെയും മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ദ ലീഫ്ലെറ്റ് ലൈക്ക് ദ പ്രോസ്പെക്റ്റ്. ആ ചെറിയ ഇലയ്ക്ക് മുന്നിലുള്ള കാഴ്ച അല്ലെങ്കിൽ ഭാവി ഇഷ്ടപ്പെട്ടു. സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം. അതുകൊണ്ട് അവൻ്റെ സഹോദരനായിട്ടുള്ള തണ്ടിനെ അവൻ വിളിച്ചു. ദെൻ 2 others ലീഫ്ലെറ്റ്സ് ഹേർഡ് ഇറ്റ്. പിന്നീട് മറ്റ് 2 ചെറിയ ഇലകളും അത് കേട്ടു. ആൻഡ് ക്വിക്ക്ലി ഫോളോഡ് ദം. അവയും വേഗത്തിൽ അവനെ പിന്തുടർന്നു. ക്വിക്ക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ, ഫോളോഡ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക.
ടു ബി ഷുവർ ദ ഹേസ്റ്റ് ആൻഡ് ഹറി, തീർച്ചയായും ആ വേഗവും തിരക്കും കാരണം മെയ്ഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാൻ, ആ ചെറിയ തൈക്ക് ക്ഷീണിക്കുകയും ശ്വാസം മുട്ടുകയും ചെയ്തു. ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ്, എന്നാൽ അത് അറിഞ്ഞു തീരുന്നതിന് മുമ്പേ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാൻ, അതൊരു വലിയ ചെടിയായി വളർന്നു. ഈ വരികളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെറിയ തൈക്ക് വളരുന്നതിനിടയിൽ ബുദ്ധിമുട്ടുകളും ക്ഷീണവും അനുഭവിക്കുന്നതായി തോന്നി. എന്നാൽ അത് പരിശ്രമം നിർത്താതെ മുന്നോട്ട് പോയതിനാൽ ഒടുവിൽ ഒരു ചെടിയായി വളർന്നു. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ശ്രമം തുടർന്നാൽ വിജയം നേടാമെന്ന സന്ദേശമാണ് കവയിത്രി ഈ ലൈനിലൂടെ നൽകുന്നത്. ആദ്യം അതൊരു ചെറിയ ചെടിയായിരുന്നു. അതിൻ്റെ വേഗവും തിരക്കും കാരണം ആ ചെറിയ തൈ ക്ഷീണിക്കുകയും ശ്വാസം മുട്ടുകയൊക്കെ ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അതുപോലും അറിയാതെ തന്നെ അത് വലിയൊരു ചെടിയായി മാറിയിരിക്കുന്നു. സ്വെറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക, വിയർക്കുക. ഹറി എന്ന് പറഞ്ഞാൽ വേഗം. ദ സൺഷൈൻ പോർഡ് അപ്പോൺ ഇറ്റ്, സൂര്യപ്രകാശം അതിന്മേൽ നിറഞ്ഞു വീണു. ആൻഡ് ദ ക്ലൗഡ്സ് ദേ ഗേവ് എ ഷവർ, മേഘങ്ങൾ അതിന് മഴ പെയ്യിച്ചു. ആൻഡ് ദ ലിറ്റിൽ പ്ലാന്റ് കെപ്റ്റ് ഗ്രോയിങ്, ആ ചെറിയ ചെടി തുടർച്ചയായി വളർന്നു. ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ, ഒടുവിൽ അതൊരു മനോഹരമായ പൂവായി മാറി. ഈ വരികളിൽ പ്രകൃതിയുടെ സഹായത്തോടെ ഒരു ചെറിയ തൈ വളർന്ന് മനോഹരമായ പൂവാവുന്നതാണ് പറയുന്നത്. സൂര്യപ്രകാശവും മഴയും പോലെ ജീവിതത്തിലെ അനുഭവങ്ങളും സഹായങ്ങളും നമ്മെ വളരാനും വിജയിക്കാനും സഹായിക്കുന്നു എന്ന സന്ദേശമാണ് പറയുന്നത്. സൺഷൈൻ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം, ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ, ഷവർ എന്ന് പറഞ്ഞാൽ മഴ പെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള ഗേവ് എ ഷവർ എന്ന് പറയുമ്പോൾ ക്ലൗഡ്സ് ഗേവ് എ ഷവർ എന്ന് പറയുമ്പോൾ മേഘങ്ങൾ മഴ പെയ്യിച്ചു. ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ വളരുക. ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ്, കുഞ്ഞുങ്ങളെ ആ ചെറിയ തൈ പോലെ ആയിരിക്കുക. ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. എവറി ചൈൽഡ് മസ്റ്റ് ഷെയർസ് ലൈഫ്സ് ലേബർ, ഓരോ കുട്ടിയും ജീവിതത്തിലെ കഠിനാധ്വാനിക്കുന്ന ആളുകളായി പങ്കാളികളായിരിക്കണം. ജസ്റ്റ് ആസ് വെൽ ആസ് എവറി മാൻ, ഓരോ വലിയ ആളും ചെയ്യുന്നത് പോലെ തന്നെ കുട്ടികളും എല്ലാ തരത്തിലുള്ള കഠിനാധ്വാനങ്ങളും ചെയ്യണം. ഈ വരികളിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഒരു സന്ദേശമാണ് നൽകുന്നത്. ചെറിയ തൈ പോലെ പരിശ്രമിക്കുകയും ഒരിക്കലും പിന്മാറാതിരിക്കുകയും വേണം. ജീവിതത്തിൽ വിജയിക്കാനായി ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ദ സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു, സൂര്യപ്രകാശവും മഴയും നിങ്ങളെ സഹായിക്കും. ത്രൂ ദ ലോൺസം സ്ട്രഗ്ലിംഗ് ഹവേഴ്സ്, ഏകാന്തതയും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ സമയങ്ങളിൽ, ടിൽ യു റേസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി, വെളിച്ചത്തിലും സൗന്ദര്യത്തിലും ഉയരുന്നത് വരെ. വിർച്യൂസ് ഫെയർ അൺഫേഡിങ് ഫ്ലവേഴ്സ്, നല്ല ഗുണങ്ങളുടെ മനോഹരവും ഒരിക്കലും വാടാത്തതുമായ പൂക്കളായി മാറുന്നത് വരെ. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ഏകാന്തതയും ഉണ്ടായാലും പ്രകൃതിയുടെ സഹായം പോലെ പ്രതീക്ഷയും പരിശ്രമവും നമ്മെ മുന്നോട്ട് നയിക്കുമെന്നാണ് കവി പറയുന്നത്. ഒടുവിൽ നല്ല ഗുണങ്ങളും വിജയവും നിറഞ്ഞ മനോഹരമായ ജീവിതത്തിലേക്ക് നാം ഉയരും എന്ന സന്ദേശമാണ് ഈ വരികളിലൂടെ നൽകുന്നത്. സ്ട്രഗ്ലിംഗ് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ. അൺഫീഡിങ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ വാടാത്ത പൂക്കൾ. ഈ കവിതയിൽ ഒരു ചെറിയ തൈയുടെ വളർച്ചയിലൂടെ ജീവിതത്തിലെ പരിശ്രമവും ആത്മവിശ്വാസവും സഹനവും എന്നിവയുടെ പ്രാധാന്യത്തെ കവി മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നു. ഇരുണ്ട മണ്ണിനുള്ളിൽ കിടന്നിരുന്ന ചെറിയ ചെടി വിത്ത് ബുദ്ധിമുട്ടുകളെ ഭയപ്പെടാതെ പതുക്കെ വളർന്ന് വെളിച്ചത്തിലേക്ക് എത്തുകയും മഴയും സൂര്യപ്രകാശവും അതിനെ സഹായിച്ച ഒടുവിൽ മനോഹരമായൊരു പൂവായി മാറുന്നു. ഇതിലൂടെ ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിട്ടാൽ വിജയം നേടാമെന്ന സന്ദേശമാണ് കവി നൽകുന്നത്. ഇതിൽ കുറച്ച് പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. അത് ഫസ്റ്റ് വൺ പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ മനുഷ്യരായിട്ട് കമ്പയർ ചെയ്യുക, സാമീപ്യപ്പെടുത്തുന്നതിനൊക്കെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. തൈ സംസാരിക്കുന്നു, വിയർക്കുന്നതും ശ്വാസം മുട്ടുന്നതും പോലെയുള്ള ഇതൊക്കെ മനുഷ്യന്മാരുടെ ഗുണങ്ങളാണ്, മനുഷ്യന്മാരുടെ അവസ്ഥകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒരു ചെടിയോടാണ് അവരത് ഉപമിക്കുന്നത്. അപ്പോൾ അവിടെ പേഴ്സോണിഫിക്കേഷനാണ് ഉള്ളത്. അടുത്തതായിട്ടുള്ളത് സിമിലിയാണ്. സിമിലി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഓർ ആസ് വരുന്നതാണ് സിമിലി. നമുക്ക് ഒരാളെ
പോലെ ഉണ്ട് ഒരാൾ, നിങ്ങളെ കാണാൻ അവരെ പോലെ ഉണ്ടെന്ന് ലൈക്ക് ഓർ ആസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സിമിലിയാണ്. അപ്പോൾ ഇവിടുത്തെ സിമിലി ബി ലൈക്ക് ദ സീഡ്ലിങ്. കുട്ടികളോട് പറയുന്നുണ്ട്, കുട്ടികളെയൊക്കെ തൈയിനോടാണ്, ആ ചെറിയ വിത്തായിട്ടുള്ള തൈയിനോടാണ് ഉപമിക്കുന്നത്. അപ്പോൾ അതിലൂടെ സിമിലിയോ അവിടെ ഈ പോയത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മെറ്റഫർ ഉണ്ട്. വിർച്യൂസ് ഫെയർ അൺഫേഡിങ് ഫ്ലവേഴ്സ്, നല്ല ഗുണങ്ങളെ വാടാത്ത പൂക്കളോട് ഉപമിക്കുന്നു. ഇമാജിനറി എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിലേക്ക് വളരുന്ന തൈയും പൂവായി വിരിയുന്ന ദൃശ്യങ്ങളും മനസ്സിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കവി. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഫോക്സ് പോലുള്ള വരികളിൽ ഒരേ അക്ഷര ശബ്ദത്തിൻ്റെ ആവർത്തനം കാണാം. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ബഡ് സെഡ്, ക്യാൻ ബിഗാൻ, ഡേ വേ, സ്റ്റെം ദം, പാൻ പ്ലാൻ, ഷവർ ഫ്ലവർ, ക്യാൻ മാൻ, ഹൗസ് ഫ്ലവേഴ്സ് എന്നൊക്കെയാണ് ഇതിലത്തെ റൈമിംഗ് സ്കീം. എ ബി ആണ് റൈമിംഗ് വേർഡ്സ് ആണ് ഇതൊക്കെ. അവസാനമായി ചെറിയ തൈ പോലും നാം എല്ലാവരും ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നോട്ട് പോയാൽ ഒരു നാൾ മനോഹരമായ വിജയപ്പൂക്കളായി വിരിയാമെന്നാണ് പ്രചോദനമാണ് ഈ കവിത നൽകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും മലയാളത്തിലുള്ള മീനിങ്ങും ഓരോ വാക്കിൻ്റെയും സെൻറ്റൻസിൻ്റെയും നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാവുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിലെ ആക്ടിവിറ്റീസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. താങ്ക് യു ഗായ്സ്.